ആഭ്യന്തര പ്രശ്നമൊക്കെ നേരിടുന്ന പാകിസ്ഥാൻ ഇപ്പം ഈ ഫ്രാൻസിൽ, അതായത് പാരീസ് നഗരത്തെ ആക്രമിക്കാൻ പോകുന്നു. ചില സൂചനകൾ ശരിയാണോ? സൂചന ശരിയാണ്. ലോകം ഞെട്ടി, പാകിസ്ഥാൻ പെട്ടു ആണോ എന്ന് പറയാം. ഇപ്പം ഫ്രാൻസിനെ ആക്രമിച്ചാൽ ഫ്രാൻസിൽ ഏറ്റവും ആദ്യം ആക്രമിക്കപ്പെടുന്ന സ്ഥലം എന്തായിരിക്കും അറിയോ? അവിടുത്തെ ലോകാത്ഭുതങ്ങളിലൊന്നൊക്കെ ഈഫൽ ടവർ ആയിരിക്കും അല്ലേ? ഈഫൽ ടവർ ആയിരിക്കും ആക്രമിക്കുക. ഈഫൽ ടവറിനെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കും എന്ന് ആളുകൾ കരുതിയ ഒരു സംഭവം ഉണ്ടായി. അതെന്താ? അത് പറയാം. പക്ഷെ വേറെ കാര്യമുണ്ട്. നമ്മൾ ആദ്യം ആലോചിക്കണം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ നമുക്കറിയാം, ഗോതമ്പ് മേടിക്കാൻ കാശില്ല. ഫ്രാൻസോ? ഫ്രാൻസ് ഒരു ന്യൂക്ലിയർ പവറാണ് അല്ലേ? അതെ, ലോകത്തെ വൻ ശക്തികളിലൊന്നാണ്. അവിടെ പോയി പാകിസ്ഥാൻ ആക്രമിച്ചാൽ പാകിസ്ഥാൻ പിന്നെ ഭൂപടത്തിലുണ്ടാവില്ല മിക്കവാറും. അതിനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല, ഫ്രാൻസിനെ ആക്രമിച്ചാൽ മറ്റു പല രാജ്യങ്ങളും ഫ്രാൻസിൻ്റെ കൂടെ ഉണ്ടാവും. അടിയുടെ പെരുന്നാളായിരിക്കും. പാകിസ്ഥാൻ്റെ പടം പണിക്കുറ്റം തോന്നു പോകും. പക്ഷെ പാകിസ്ഥാൻ എയർലൈൻസിന് ഇങ്ങനൊരു പരിപാടി ഉണ്ടോ എന്നാണ് സംശയം. പാരീസിനെ ആക്രമിക്കണം, പാരീസിനെ ആക്രമിക്കണം. അതിൻ്റെതാ ഞങ്ങൾ ഇന്നങ്ങോട്ട് വരികയാണ്. പാകിസ്ഥാൻ എയർലൈൻസ് പറയുകയാണ്. പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ ഒരു പരസ്യം പത്രങ്ങളിലും ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വന്നു. പാരീസ്, വി ആർ കമ്മിങ് ടുഡേ എന്ന് പറഞ്ഞിട്ട് ഈഫൽ ടവർ കാണിച്ച് അതിന് നേർക്കൊരു വിമാനം പറന്നു വരുന്നു. ആ ചിത്രം കാണുമ്പോൾ 2011 സെപ്റ്റംബർ 11 ചിത്രം ഓർക്കുന്നത്. വേൾഡ് ട്രേഡ് സെൻറ്റർ അല്ലേ? ന്യൂയോർക്കിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് 2 വിമാനങ്ങൾ ഇടിച്ചു കയറി ഉണ്ടാക്കിയ വലിയ ദുരന്തമല്ല, വലിയ ആക്രമണം അല്ലേ? ലോകം ഞെട്ടിത്തെറിച്ചു. ആ ടവറുകൾ തകർന്നു. അവിടെ ഗ്രൗണ്ട് സീറോ എന്നാക്കി. അതൊരു വലിയ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ഥലമാക്കി, ഒരു വലിയ ദുരന്തത്തിൻ്റെ ഓർമ്മയ്ക്കാക്കി മാറ്റിവെച്ചിരിക്കുകയാണ്. അതിൽപ്പെട്ട ആളുകളെ അമേരിക്ക വേട്ടയാടിക്കൊന്നു. അൽ ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വന്നിട്ട് അമേരിക്കൻ കമാൻഡോസ് വെടിവെച്ച് കൊന്നു. ഇത്രയും സംഭവങ്ങൾ ലോകത്തുണ്ട്. അൽ ഖ്വയ്ദ എന്ന് പറയുന്ന പ്രസ്ഥാനം ഏതാണ്ട് ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടു അതോടുകൂടി. അപ്പോൾ അത്തരം ഭീകരാക്രമണം നടന്ന ആ ചിത്രം ഉണ്ടല്ലോ, 2 ടവറുകൾക്ക് നേരെ വിമാനം വരുന്നു. അതേപോലെയാണ് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് PIA ഈ പരസ്യം ചെയ്തിരിക്കുന്നത്. ആ ഈഫൽ ടവറിന് നേരെ വിമാനം പറന്ന് വന്നിട്ട്, പാകിസ്ഥാൻ്റെ വിമാനം പറന്നിട്ട്, വി ആർ കമ്മിങ് ടുഡേ, പാരീസ് ഞങ്ങൾ ഇന്ന് വരുന്നു. എവിടെ? ഈഫൽ ടവർ തകർക്കാൻ വരുന്നു. അങ്ങനെയാണ് പരസ്യം. ആ പരസ്യം നമ്മൾ കാണിച്ചു, പ്രേക്ഷകരെ കാണിച്ചല്ലോ. അപ്പോൾ ഇത് കാണുന്ന ഫ്രഞ്ചുകാരൻ ഈ പാകിസ്ഥാൻ എയർലൈൻസിനെ സ്വാഗതം ചെയ്യുമോ? പേടിച്ച് വിറയ്ക്കുമോ? സ്വാഭാവികമായിട്ട് പേടിച്ചു പോകും. അപ്പോൾ അത്തരം ഒരു കുപ്രസിദ്ധി ആർജിച്ച പരസ്യം പാകിസ്ഥാൻ എയർലൈൻസ് പബ്ലിഷ് ചെയ്ത് ലോകം മുഴുവൻ വന്നു. വലിയ പ്രശ്നമായി, വലിയ പ്രതിഷേധം വന്നു. ഇവരുടെ മനസ്സിൽ പാകിസ്ഥാൻ ഒരു തീവ്രവാദത്തെ വളർത്തുന്ന നഴ്സറി നടത്തുന്ന രാജ്യമാണെന്ന് ഇന്ത്യ പറയാറുണ്ട്. അത് ശരിയാണ്. ഇന്ത്യ പറയുന്നത് എത്ര സത്യമായിരിക്കുന്നു. ലോകത്തെവിടെയും ഡിസ്ട്രക്റ്റീവായിട്ടുള്ള വിനാശകരമായ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് അഭിപ്രായം വന്നു. അപ്പോൾ നോക്കൂ, ഒരു പാകിസ്ഥാൻ എയർലൈൻസ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ഔദ്യോഗിക വിമാന കമ്പനിയാണ്. ഇപ്പോൾ ഇന്ത്യക്കിപ്പോൾ ഔദ്യോഗിക എയർലൈൻസ് ഇല്ല, നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യുമല്ലോ. അപ്പോൾ പാകിസ്ഥാൻ്റെ ഔദ്യോഗിക എയർലൈൻസാണ് വളരെ വലിയ നഷ്ടത്തിലാണ്. രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അവസാന തത്രപ്പാടെന്ന നിലയിലാണ് പാരീസ് ഉൾപ്പെടെയുള്ള പുതിയ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഒരു വിമാന സർവീസ് ആരംഭിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരസ്യം ഗവൺമെൻറ് ഏജൻസിയാണ് പാകിസ്ഥാൻ എയർലൈൻസ് PIA എന്ന് പറഞ്ഞത്. അവരിങ്ങനൊരു പരസ്യം ഡിസൈൻ ചെയ്യുമ്പോൾ എത്ര ആളുകൾ കാണും? അതിൻ്റെ ഗ്രാഫിക് ഡിസൈനർ മുതൽ അതിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള ആളുകൾ വരെ കാണും. എന്നിട്ട് ഈ പരസ്യം പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പാകിസ്ഥാനിലെ മുഴുവൻ പേരും കാണും പാകിസ്ഥാൻ ഇങ്ങനെ ഒരു പരസ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളത്. എന്നിട്ടും ആ പരസ്യം 24 മണിക്കൂർ 34 മണിക്കൂർ അതേപടി നിലനിന്ന് ലോകത്ത് പല ഭാഗത്തു നിന്നും അഭിപ്രായ വ്യത്യാസം വന്നപ്പോഴാണ് പാകിസ്ഥാൻ മനസ്സിലായത് ഇതിനകത്തൊരു കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ അതിനകത്തൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് എന്നൊരാളുണ്ട്. ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കൊടും ഭീകരനാണ്. ന്യൂയോർക്കിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ഒത്താശ ചെയ്ത മാസ്റ്റർ മൈൻഡ്, അതിൻ്റെ ബുദ്ധി കേന്ദ്രം അയാളായിരുന്നു എന്നാണ് അമേരിക്കയുടെ കണ്ടെത്തൽ. ഇയാൾ എവിടെയായിരുന്നു അറിയോ? ഇയാൾ പാകിസ്ഥാനിലായിരുന്നു ഇയാൾ ഒളിവിലുണ്ടായിരുന്നത്. അപ്പോൾ അയാളുടെ സ്വാധീനമുള്ള അയാളാണ് ഇത് ഈ ആശയം ഉണ്ടാക്കിയത്. വേൾഡ് ട്രേഡ് സെൻറ്റർ വിമാനം കൊണ്ടിടിച്ച് ചേർത്ത് നശിപ്പിക്കുക, അതിലൂടെ കുറേയേറെ ആളുകളെ കൊല്ലുക. അമേരിക്കയ്ക്ക് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഒരു ഈച്ച പോലും അമേരിക്കയുടെ അതിർത്തി കടന്ന് അമേരിക്കയിലേക്ക് കയറത്തില്ല എന്നൊക്കെ പറയുന്ന അമേരിക്കയെ ലോകത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ല, അമേരിക്കയെ നിൻ്റെ വീട്ടിൽ കയറി അടിക്കുമെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിനുള്ള ശക്തി ഇസ്ലാമിക തീവ്രവാദത്തിനുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ ലോകരാജ്യങ്ങൾ മുഴുവൻ ഇസ്ലാം ടെററിസത്തിൻ്റെ ശക്തി കണ്ട് അന്തം വിട്ട് ഭയന്ന് വിറയ്ക്കും എന്നുള്ള
ആശയം ഖാലിദ് ഷെയ്ഖ് മുഹമ്മദിൻ്റെയാണ്. ഈ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് പാകിസ്ഥാനിലുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ പോസ്റ്റർ വരുമ്പോഴോ അവരുടെ ലക്ഷ്യം പാകിസ്ഥാൻ എയർലൈൻസ് ഫ്രാൻസിലേക്ക് വരുന്നത് ആളുകളെ കൊണ്ടുവരാനൊന്നുമല്ല. അവരുടെ ലക്ഷ്യം ഇനി ലോകത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഐക്കണുകളിലൊന്നായ 7 അത്ഭുതങ്ങളിലൊന്നായിട്ട് കാണപ്പെടുന്ന വാഴ്ത്തപ്പെടുന്ന ഈഫൽ ഗോപുരം, ഈഫൽ ടവർ തകർത്തുകയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ട തെറ്റ് പറയാൻ പറ്റില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസ് തന്നെ ലോകത്തിൽ തന്നെ ഒരു വലിയ ശക്തിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമേരിക്കയുടെ അടുത്ത് എല്ലാ കാര്യത്തിലും ഡിപ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ഫ്രാൻസിന്റെ ഭരണാധികാരികൾ പലവട്ടമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ അമേരിക്ക ബാഹ്യമായി പിന്തുണ നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. അപ്പോൾ പാകിസ്ഥാൻ. അപ്പോൾ ഈ ബൈഡൻ അവസാന നിമിഷത്തിൽ എന്തെങ്കിലും ഓപ്പറേറ്റ് ചെയ്തിട്ട് ഇനി പാകിസ്ഥാനെ കൊണ്ട് വിമാനം അയപ്പിച്ച് ഞങ്ങൾക്കൊരു പണി തരാൻ നോക്കുകയാണോ എന്നൊക്കെ അല്ലേ ലോക രാജ്യങ്ങൾ മുഴുവൻ ഇതിനെ തെറ്റിദ്ധരിക്കില്ലേ? ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ട്വിൻ ടവർ 2 വിമാനങ്ങൾ ഇടിച്ച് തകർക്കുന്നു. അത് നമ്മുടെ കണ്ണിൽ നിന്ന് മനസ്സിൽ നിന്ന് ഇപ്പോഴും മായുന്നില്ല. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ചിത്രം വരുന്നത്. അപ്പോൾ അത്രയും പതിയെ അമേരിക്കയ്ക്ക് അത്രയും വിനാശകരമായ സംഭവം ഉണ്ടായി ലോകത്തിന് മുമ്പിൽ നാണം കിട്ടും. അതിന് സമാനമായി ഞങ്ങളുടെ ഈഫൽ ടവർ, ഞങ്ങളുടെ അഭിമാനത്തെ നശിപ്പിക്കാനായിട്ട് പാകിസ്ഥാൻ വരുന്നു. ഈ ഒരു ഒറ്റ ചിത്രം ഇനി അവരുടെ മനസ്സിൽ നിന്ന് മായും. അതെ, അത് സിനു പറഞ്ഞാണ് പോയിന്റ്. പാകിസ്ഥാൻ വിചാരിച്ചാൽ ഫ്രാൻസിനെ ആക്രമിക്കാനൊന്നും കഴിയില്ല. അവർക്ക് അതിനോട് പ്രതിരോധിക്കാനും വേണ്ടി വന്ന പാകിസ്ഥാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള ശേഷിയൊക്കെ ഉള്ള രാജ്യമാണ് ഫ്രാൻസ്. അതവിടെ നിൽക്കട്ടെ, വൻ ശക്തികളിലൊന്നാണ്, വിറ്റോ പവറുള്ള രാജ്യമാണ് ഐക്യരാഷ്ട്രസഭയിൽ. പക്ഷേ വേറെ കാര്യം അവരുടെ മനസ്സിലേക്ക് കിട്ടുന്നൊരു ചിത്രമുണ്ടല്ലോ. ഇത് മീഡിയയിലൊക്കെ വന്നു, ഇൻ്റർനെറ്റിലും പരസ്യങ്ങളിലും ഒക്കെ പരസ്യത്തിന് വേണ്ടി ഉപയോഗിച്ച പോസ്റ്ററാണ്. ഈ പോസ്റ്റർ കാണുന്ന ഓരോ ഫ്രഞ്ചുകാരൻ്റെ മനസ്സിലും പാകിസ്ഥാൻ വിമാനം എന്ന് പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ ഈഫൽ ടവർ തകർക്കും എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കപ്പെട്ടു. അതാണ് കാരണം ടെററിസത്തിന്റെ അതെ പുതിയൊരു തലം. കാരണം ഈഫൽ വേൾഡ് ട്രേഡ് സെന്ററിന്റെ അനുഭവം മുന്നിലുള്ള ഫ്രഞ്ചുകാരൻ കാണുന്നത് ഈ ചിത്രം. ഇനിയിപ്പോൾ എന്തെല്ലാം പരസ്യം മാറ്റിമറിച്ച് ചെയ്താലും, ആ പരസ്യം വിഡ്രോ ചെയ്താലും ഓരോ ഫ്രഞ്ചുകാരൻ്റെയും മനസ്സിൽ ഈഫൽ ടവർ തകർക്കാൻ വരുന്ന പാകിസ്ഥാൻ PIAയുടെ പാകിസ്ഥാൻ എയർലൈൻസിൻ്റെ വിമാനത്തിൻ്റെ ചിത്രം ഉണ്ടാവും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഫ്രാൻസിൻ്റെ കാര്യത്തിൽ ഫ്രാൻസ് അമേരിക്കയായിട്ട് അങ്ങനെ ശത്രുതയിലൊന്നുമല്ല. അപ്പം നമ്മൾ ഒരു ശക്തിയാണ്, ന്യൂക്ലിയർ പവറാണ്, നമ്മുടെ എക്കണോമിയും നല്ലതാണ്, അതുകൊണ്ട് നമ്മളൊന്ന് സ്വന്തം കാലിൽ നിൽക്കാം എന്ന് ഫ്രഞ്ചുകാർ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇസ്രായേലിൻ്റെ ഗാസ യുദ്ധത്തിൽ അമേരിക്ക കൈ അയച്ച് ഇസ്രായേലിനെ സഹായിക്കുമ്പോൾ ഫ്രാൻസ് അങ്ങനെയല്ല. ഫ്രാൻസ് ഇസ്രായേലിൻ്റെ പല നിലപാടുകൾക്കെതിരാണ്. ഗസയിൽ ഈ ആക്രമണം നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു വേറിട്ട ഒരു ആശയവും വർത്തമാനവുമായിട്ട് ഫ്രാൻസ് നിൽക്കുന്നുണ്ട്. ഏതായാലും പക്ഷേ ഈ ആത്യന്തികമായി വരുമ്പോൾ ഇവരൊക്കെ യൂറോപ്യൻ അല്ലെങ്കിൽ വൻശക്തികളുടെ ഒരു ഐക്യം ഉണ്ടല്ലോ, നാറ്റോ എന്നൊക്കെ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ ഫ്രാൻസിന് ഫ്രാൻസ് എപ്പോഴാണ് ഉടക്കുമായിട്ട് വന്നത് ശ്രദ്ധിച്ചായിരുന്നു? ഇസ്രായേൽ യുദ്ധവുമായിട്ട് അടക്കുമ്പോൾ ലെബനോണിൽ ആക്രമണം നടന്നപ്പോഴാണ്. ലെബനോണിൽ ഫ്രഞ്ച് സർക്കാർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഹിസ്ബുള്ളയൊക്കെ ആയിട്ട് അവർ നെഗോഷിയേറ്റ് ചെയ്ത് അവർ വൻതോതിൽ നിക്ഷേപങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഫ്രഞ്ച് നിക്ഷേപം കാര്യമായിട്ടാണ്. കോടിക്കണക്കിന് ഡോളർ, വെറും കോടികളല്ല, 100 കണക്കിന് കോടിക്കണക്കിന് ഡോളർ അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഫ്രാൻസിലെ സ്വകാര്യ നിക്ഷേപങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ തകർന്നു പോകുമ്പോഴത്തേക്ക് രാഷ്ട്രീയമായി പ്രൈവറ്റ് കമ്പനികളാണ്. ഈ പ്രൈവറ്റ് കമ്പനികൾ ഫ്രഞ്ച് സർക്കാരിൽ ചെലുത്തുന്നൊരു സ്വാധീനമുണ്ട്. ആ സ്വാധീനത്തിൻ്റെ ഭാഗമായി സർക്കാർ ചില നിലപാടുകൾ എടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഫ്രാൻസ് ഇസ്രായേൽ കാണിക്കുന്നത് ശരിയല്ല, ലെബനോണിലെ ആക്രമണം ശരിയല്ല. കാരണം ഈ ബോംബ് വീഴുമ്പോഴത്തേക്ക് ഫ്രഞ്ചുകാരൻ്റെ മാത്രം തകരാതിരിക്കത്തില്ലോ, വീഴുമ്പോൾ എല്ലാം തകരും. അപ്പോൾ അതിനകത്തൊരു വലിയ സാമ്പത്തിക നഷ്ടം ഫ്രാൻസിനുണ്ടാവുന്നുണ്ട്, ഫ്രാൻസിൻ്റെ എക്കണോമിയെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലെബനോൺ ആക്രമണത്തിൻ്റെ സമയത്തൊക്കെ ഫ്രാൻസ് ഇസ്രായേലിനെതിരായ നിലപാടെടുക്കുകയും കൂട്ടക്കൊല നടത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഏതായാലും പാകിസ്ഥാൻ ആകെ നാണം കെട്ട് നാറി നിൽക്കുകയാണ്. പണ്ടേ അങ്ങനെയാണ്, ഇപ്പോൾ അതിൻ്റെ അളവും തൂക്കവും കൂടി. ഇപ്പോൾ പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെറീഫ് ഇന്ന് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇതാരും കാണാതെ എങ്ങനെ ഈ പരസ്യം വന്നു, മുഖം രക്ഷിക്കാൻ വേണ്ടി. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി മുഖം രക്ഷിക്കണം. ഞങ്ങൾ അബദ്ധത്തിൽ ഒരു സർക്കാരിൻ്റെ വിമാന കമ്പനി, സർക്കാർ തന്നെ നടത്തുന്ന എയർലൈൻസ് മറ്റൊരു രാജ്യത്തിൻ്റെ ഏറ്റവും അഭിമാന സ്തംഭത്തെ തകർക്കാൻ വേണ്ടി ഒരു വിമാനം വരുന്നത് പോലെയുള്ള വി ആർ കമ്മിങ് ടുഡേ പാരീസ് എന്ന് പറഞ്ഞ്, അത് ഭീഷണിയാണ്. പാരീസുകാരെ ഞങ്ങൾ വരുന്നു എന്ന് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വരുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഈ പരസ്യം കാണുമ്പോൾ പാരീസെ ഞങ്ങൾ ഇന്നങ്ങ് വരികയാണ് എന്ന് പറയുമ്പോൾ പാരീസുകാരൻ പേടിച്ചു പറയ്ക്കുകയാണ്. അത്തരം ഒരു പരസ്യം ചെയ്തതിൽ പാകിസ്ഥാൻ സർക്കാരിന് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ തടിതപ്പാൻ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഷഹബാസ് ഷെറീഫ് പ്രധാനമന്ത്രി ശ്രദ്ധിക്കണം, വേറെ ആരുമല്ല, പ്രധാനമന്ത്രി നേരിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേണേൽ പറയാം, പാകിസ്ഥാനിൽ നല്ല ഗ്രാഫിക് ഡിസൈനർമാർ ഇല്ലെങ്കിൽ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഒരാളെ കൊടുക്കാം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.